നമ്മുടെ ഉച്ചയൂണ് വീഡിയോ ഇന്ന് താമസിച്ചു പോയി. എനിക്ക് കുറച്ച് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പോസ്റ്റ് ചെയ്യാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ ഒന്ന് എഡിറ്റ് ചെയ്ത് ഇതൊക്കെ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ വഴുതനങ്ങ ഒരു പ്രത്യേക സ്റ്റൈലിലാണ് ഈ കറി വയ്ക്കുന്നത്. പണ്ടുള്ളവരെപ്പോഴും കറി വയ്ക്കുന്നത് ഈ മീൻ കറിയുടെയൊക്കെ കൂട്ടിരിക്കും കേട്ടോ. ഞങ്ങളിത് സ്ഥിരം വയ്ക്കുന്നൊരു കറിയാണ്. ഈ വഴുതനങ്ങ അരിഞ്ഞ് ആദ്യം ചെറിയ ചൂടുവെള്ളത്തിൽ ഇടുമ്പോൾ ഇതിനകത്ത് കറിയൊക്കെ അങ്ങ് പോകും കേട്ടോ. എന്നിട്ട് ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുക്കണം കേട്ടോ. ഇച്ചിരി റെക്റ്റാങ്കിൾ പോലെ അത് അങ്ങനെ അരിഞ്ഞ് വെച്ചിട്ട് അപ്പോഴുണ്ടോ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വീട്ടിലെ വോൾട്ടേജ് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഫ്യൂസൊക്കെ ഊരി നോക്കിയത് ചില സമയം ഇവിടെ ഒരു ഫ്യൂസ് ആണെങ്കിൽ എരിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വിളിച്ച് ഇനി അങ്ങനെ എങ്ങാനോ ആണോന്ന് നോക്കിയതാണ്. പക്ഷേ ഫീസൊന്നും പോയിട്ടില്ലായിരുന്നു. നമ്മൾ കറണ്ട് ഇല്ലെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ അതിജീവിക്കും. ഈ വോൾട്ടേജ് ഇല്ലാതെ ഭയങ്കര പാടാണ്. കാരണം കറണ്ട് പോയാൽ ഉടനെ തന്നെ വരും. പിന്നെ വോൾട്ടേജ് പോയാൽ പിന്നെ ഭയങ്കര പാടാണ് വരാൻ. അതുപോലെ തന്നെ 2-3 മണിക്കൂർ എടുത്തിട്ടുണ്ടായിരുന്നു വോൾട്ടേജ് വരാനായിട്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ വഴുതനങ്ങ കറിയിലേക്ക് തിരിച്ച് വരാം. അപ്പോൾ ചട്ടി ചൂടാക്കി എണ്ണയൊഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ വഴുതനങ്ങ മാത്രം ഇട്ട് ഇതിനകത്തിട്ട് വയറ്റും കൂടി ഇച്ചിരി ഉലുവായും കൂടി ഇടാം. എന്നിട്ട് കറിവേപ്പിലയും ഒരു 2 പച്ചമുളകും കൂടെ അരിഞ്ഞ് വേണ്ട ചുമ്മാ മുറിച്ചിട്ടാൽ മതി കേട്ടോ. അത് വഴണ്ട് വന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ 2 സ്പൂൺ മുളക് പൊടി. അപ്പം നല്ല കൊഴുപ്പും കിട്ടും കേട്ടോ. നമ്മളിത് ഒത്തിരി ചാറിൽ വെക്കത്തില്ല, കാരണം അത്യാവശ്യം നല്ല എരി കാണും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ചാറൊന്നും ഒത്തിരി വെക്കത്തില്ല. അപ്പോൾ ഒരു കുറുകി കുഴമ്പ് വരുത്തി നല്ല മണമാണ് ഈ കറിക്ക് കേട്ടോ. നല്ല ഇത് വെച്ചിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്യണേ. അങ്ങനെ ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേന് നമ്മളാണെങ്കിൽ ഉണക്കമീനും ഇടും, പിന്നെ കുടംപുളി ഇടും കേട്ടോ. ഒരു കഷ്ണം കുടംപുളി ഇടും. ഉപ്പ് കുറച്ച് നോക്കിയാൽ മതി, കാരണം ഉണക്കമീൻ ഇട്ടേക്കുന്നുണ്ട്, ഉപ്പ് കുറച്ചിട്ടാൽ മതിയായിരിക്കും. നമ്മൾ കറിയൊക്കെ തിളച്ച് പറ്റി വന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഉണക്കമീൻ ഇടുന്നതുകൊണ്ട് ഉപ്പിൻ്റെ അത്യാവശ്യം നല്ല കുഴമ്പ് പരുവത്തി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു പച്ചമോരും ഇതും മാത്രം മതി കഴിക്കാനായിട്ട്. പിന്നെ നമ്മളിവിടെ ആൾ കൂടുതലായതുകൊണ്ട് കുറച്ച് മുട്ടയും കൂടെ പൊരിച്ച്, പിന്നെ മാങ്ങാച്ചാറും പപ്പടവും സലാഡും പിന്നെ കുറച്ച് രസമൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ. അങ്ങനെ മുട്ടയൊക്കെ പൊരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആബിദിൻ്റെ സ്കൂളിൽ അല്ലെങ്കിൽ പേരൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ മറിയ ആ സ്കൂളിൽ തന്നെ പഠിക്കുന്നത്. അപ്പോൾ മറിയത്തിന് ഇന്ന് ഞാൻ സ്കൂളിൽ വിട്ടിട്ടില്ലായിരുന്നു, കാരണം പനിയായിരുന്നു അവൾക്ക്. അപ്പോൾ ഞാൻ പോകാൻ നേരപ്പോൾ അവളെയും കൊണ്ട് പോകാൻ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഇൻട്രോ കൊടുക്കാൻ നോക്കിയത്. അപ്പോൾ സൗണ്ട് എന്നെ ചതിച്ചൊന്നും കേൾക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഇറങ്ങാൻ പോയപ്പോൾ തന്നെ കറക്റ്റ് മഴ പെയ്തിട്ടുണ്ട്. മറിയും റോബോട്ടിനെ പോലെ നിൽക്കുന്നു ഹെൽമെറ്റ് ഇട്ടപ്പോൾ. കാരണം ഞങ്ങൾ പോകുന്ന വഴിക്ക് ക്യാമറ ഉണ്ട്. അപ്പോൾ ഹെൽമെറ്റ് ഇല്ലെങ്കിൽ അത് ക്യാമറ അടിച്ച് വീട്ടിൽ വരുമ്പോഴത്തേന് പെറ്റി വരും കേട്ടോ. അങ്ങനെ നമ്മളവിടെ പോയി പേരൻസ് മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ അവിടെ ഒരു ഏത്തക്കപ്പം ചായയൊക്കെ കിട്ടിയല്ലോ. അത് കാര്യമായിട്ട് അവിടെ പ്രയോജനമൊന്നും ഇല്ലായിരുന്നു. പിന്നെ തിരിച്ച് വന്നപ്പോഴത്തേനും ആബിദിനെയൊക്കെ സ്കൂളിൽ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ഞങ്ങളെ കണ്ടപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെ വന്നു. പിന്നെ തിരിച്ച് വന്ന വഴിക്ക് പിള്ളേർക്ക് 2 ചെരുപ്പ് വീട്ടിലിടാൻ വേണ്ടി വാങ്ങിച്ചു. പിന്നെ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.